ഹരി, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ, മെഡിക്കൽ കോളേജിലെ സാധാരണക്കാരുടെ കേന്ദ്രമാണ്, ആശ്രയ കേന്ദ്രമാണ്. അവർക്ക് എന്ത് അസുഖം വന്നാലും അവിടേക്ക് ഓടിയെത്താനാകൂ പലർക്കും. അങ്ങനെ ഒരിടത്ത് ഇതൊക്കെ സംഭവിക്കുന്നു. ഇത് ആദ്യ വാർത്തയല്ല. ഇടിഞ്ഞു വീണു എന്നത് മറ്റൊരു കോട്ടയം മെഡിക്കൽ കോളേജിലെ മറ്റൊരു ദുരവസ്ഥയുടെ വാർത്തകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുകൂടി അങ്ങേ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ആരോഗ്യ സംവിധാനം എന്നൊന്നുണ്ടോ? നമസ്കാരം. ഞാനിപ്പോ ഈ കേരളത്തിന്റെ ഇന്നിപ്പോ കായംകുളത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 700 രൂപ, വെറും 700 രൂപ അടയ്ക്കാനില്ലാതെ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ അയാളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി, അയാളുടെ ഭാര്യയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഭീഷണിപ്പെടുത്തി മാനസികമായി തകർന്ന് അദ്ദേഹം കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഈ കേരളത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാനിപ്പോ കായംകുളത്താണുള്ളത്. ആ ബോഡിയായി ഞങ്ങൾ റോഡിൽ സമരം ചെയ്യുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ ജനത്തിൽ നിന്ന് ഈ ഒരു വിളി വരുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, ക്രമസമാധാനം തകർന്നു എന്ന് മാത്രമല്ല, ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശരിക്കും ജനജീവി അടക്കം നിരവധി വിഷയങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോ ബഹുമാന്യായ കോട്ടയത്തിന്റെ മന്ത്രി, 24 മണിക്കൂറും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന മന്ത്രി, നിരവധി ഉദ്ഘാടനങ്ങൾക്ക് നിരന്തരമായി മെഡിക്കൽ കോളേജ് വന്ദിക്കുന്ന വീണ ജോർജ്, ഇവരെല്ലാം ഇരിക്കട്ടെ. ഇന്ന് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, ഞങ്ങള് ഇതവിടെ മറച്ചു കെട്ടിയിരുന്നു. അത് മനസ്സിലാക്കണം. മന്ത്രി പറയുകയാണ്, ഇത് മോശമായതുകൊണ്ട് ഞങ്ങളിത് മറച്ചു കെട്ടിയിരുന്നു. അങ്ങോട്ട് എന്തിനാണ് പോയത് അമ്മയും കുഞ്ഞും? ഞാൻ ചോദിക്കട്ടെ, ഒരു ബിൽഡിങ്, രോഗികളെല്ലാം കിടക്കുന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ് അത് അപകടാവസ്ഥയിലാണെങ്കിൽ തുണി കൊണ്ട് മറച്ചു കെട്ടുന്ന സംവിധാനമാണോ ഈ കേരളത്തിലുള്ളത്? ബഹുമാന്യപ്പെട്ട മന്ത്രിമാരെന്ന് പറയണം. അല്ല, മറച്ചു കെട്ടിയാൽ ഈ സാധാരണ മനുഷ്യർക്ക് എങ്ങനെയത് മനസ്സിലാകും? പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണെന്ന് ധരിച്ചാലോ? മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റാണ്, ഞങ്ങൾ തുണി കൊണ്ട് മറച്ചു കെട്ടിയിരുന്നു. എത്ര ലജ്ജാവഹമാണെന്ന് ആലോചിക്കണം. അതല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഈ കെട്ടിടം വളർന്നത് ഭാഗ്യവശാൽ ആണ് 2 പേർക്ക് മാത്രം പരിക്ക് എന്ന് പറയുന്നത്. വലിയ ഒരു ദുരന്തം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? നമുക്കറിയാം, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എല്ലാ കെട്ടിടങ്ങൾ പൊളിപ്പിച്ച വിവരങ്ങൾ നമുക്കറിയാം. എത്ര ആർജവത്തോടു കൂടിയാണ് ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ പൊളിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മെഡിക്കൽ കോളേജിൽ ഇനിയും ഇത്രയും ശേഷിയില്ലാത്ത നിരവധി മറ്റ് ഉപകരണങ്ങൾ വാങ്ങുവാനും ഒക്കെ നിങ്ങൾ കോടികൾ മുടക്കുമ്പോൾ, ഇപ്പോ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു മരുന്ന് പോലുമില്ല, ഒരു ഗത്യന്തരമില്ലാതെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലും എനിക്ക് നേരിട്ടറിയാം. എത്ര കാലമായി ഇവിടെ പണികൾ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി നിങ്ങളവിടെ പണി തുടങ്ങിയിട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് എവിടെയെങ്കിലും എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇനി അത് മാത്രമല്ല, അവിടുത്തെ ദുരവസ്ഥ, അത് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് നേരിട്ട് ചെന്നാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കരവലിയിക്കുന്ന കാഴ്ച ഉള്ളപ്പോഴാണ് ബിൽഡിങ്ങുകളുടെ പണി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ് അവിടെ ഇനിയുമുള്ളത്. യാതൊരു സംശയവും വേണ്ട, മരുന്നുമില്ല, ജീവന് ഭീഷണി എന്ന നിലയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയേണ്ടി വരും.